ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഇൻഡസ് വാലിയുടെ കാസ്റ്റ് അയണിന്റെ 2 പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് പണിയാര പാനാണ്. 12 കുഴികളുള്ള 2 ഹാൻഡിലൊക്കെയുള്ള ഡബിൾ ഹാൻഡിലുള്ള പണിയാര പാൻ. ഇതിന്റെ അടിവശം നമ്മൾ സ്റ്റൗ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ മറിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിന്റെ അടിവശം വന്നേക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം 1.5 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പണിയാരം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാണ്. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് നല്ലൊരു കോൺകേവ് ഷേപ്പിലുള്ള ദോശത്തവയാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഷേപ്പുള്ള ഒരു ദോശത്തവയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇത് കണ്ട ഇതിന്റെ ഹാൻഡിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങനെ പൊങ്ങിയിരിക്കണോണ്ട് തന്നെ നമുക്ക് പിടിക്കാനൊക്കെ ഒരു എളുപ്പമുണ്ട്. അതുപോലെ ഇത് ഈ ഒരു ഭാഗത്ത് ഒരു കുഴിവ് പോലെ, അതാണ് കോൺകേവ് ഷേപ്പ് എന്ന് പറയുന്നത്, ഒരു കുഴിവ് പോലെ ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ദോശ, ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ നമ്മൾ മീനൊക്കെ വറുക്കൂലേ, അതും നമുക്ക് ഇതിൽ നല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ മീൻ വറുക്കുന്ന സമയത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫ്രൈ പാനിൽ നിന്ന് നടുഭാഗത്ത് മാത്രം ചിലപ്പോൾ എണ്ണ നിൽക്കാതെ ചുറ്റും അങ്ങോട്ട് ഒഴുകി സൈഡുകളിലേക്ക് വശങ്ങളിലേക്ക് അങ്ങോട്ട് എണ്ണ പോയി കിടന്നിട്ട് നടുവശത്ത് എണ്ണയില്ലാതെ കരിഞ്ഞു പോകുന്ന ചില ഫ്രൈ പാനുകളില്ലേ. അപ്പൊ അങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് മീന എന്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. കാരണം ഇതിന്റെ നടുഭാഗത്ത് ഒരു ചെറിയൊരു കുഴിവുണ്ട്, ചെറുത്, വളരെ ചെറുതായിട്ടുള്ള ഒരു സ്ലോപ്പ് പോലെ ഉണ്ട്. അപ്പൊ ഈ സ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എണ്ണ ഒരിക്കലും വശത്തേക്ക് ഒഴുകി പോകില്ല, നടുക്ക് തന്നെ കിടക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഷാലോ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ഷാലോ ഫ്രൈ ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാം. അപ്പൊ ഇതും ഏകദേശം ഒരു 1.5 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഫ്രീഡം സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12% എക്സ്ട്രാ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കൂടിയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാസ്റ്റ് അയണിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞ് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ 100% പ്യുവർ ആയിട്ടുള്ള അയൺ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പാത്രങ്ങളെല്ലാം. അതുപോലെ തന്നെ 100% ഫുഡ് സേഫ് ആണ്. നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം പർച്ചേസ് ആണ്. ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ്. കാരണം ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്തടുത്ത തലമുറകളിലേക്ക് ഇത് തന്നെ കൈമാറി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ അയൺ കണ്ടന്റ് ഫുഡിലൂടെ കിട്ടുന്നത് നമ്മൾക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യം. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഈ കൈപ്പിടി ഒടിഞ്ഞതും സ്ക്രാച്ച് ആയ പാത്രങ്ങളെല്ലാം മാറ്റി കളഞ്ഞിട്ട് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഹെൽത്തിന്റെ ഒരു കാര്യം കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കി 100% ഫുഡ് സേഫ് ആയിട്ട് കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്നാണ് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത്. അത് ഏത് രീതിയിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ പാത്രം നമ്മൾ നല്ല ശുദ്ധമായ, അതായത് ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള, ഇത് 100% ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പാത്രങ്ങളാണ് ഇൻഡസ് വാലിയുടെ. കാരണം അതിൽ കെമിക്കൽ കോട്ടിംഗ് ഒന്നും അവർ ചെയ്യാതെ പ്യുവർ ആയിട്ടുള്ള പാത്രങ്ങളാണ് നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% ഫുഡ് സേഫ് എന്നും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്കുകളും അവരുടെ സൈറ്റിന്റെ ലിങ്കും ഒക്കെ കൊടുക്കാം. കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നമ്മളുടെ വ്ളോഗിലേക്ക് കടക്കാം. പിന്നെ ഇതിനോടൊപ്പം ഈ ഒരു സ്പാച്ചുല ദോശയുടെ തവക്ക് വേണ്ടിയിട്ടും മറ്റേ ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള സ്പാച്ചുല പണിയാരത്തിന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ കണ്ടത് ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പപ്പക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത്. ലവ് ലെറ്റർ എന്നും ഏലാഞ്ചി എന്നൊക്കെ പറയുന്ന, ഞങ്ങൾ പറയണത് മുട്ടക്കുഴലപ്പം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ലവ് ലെറ്റർ എന്ന് പറയാം. കൂടുതൽ പേർക്ക് ലവ് ലെറ്റർ അറിയപ്പെടണമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദയും മുട്ടയും ഉപ്പും കൂടി ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത്, അപ്പോൾ നല്ല എല്ലാം കൂടി ചേർന്നിട്ട് വരും കേട്ടോ. നമ്മൾ കൈവച്ചിട്ട് ആക്കുന്നതിനാലും നന്നായിട്ട് തന്നെ ബ്ലെൻഡായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇനി നമ്മുടെ പുതിയ ദോശക്കല്ലിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് പരത്തിയെടുക്കണേ. അപ്പോൾ ദോശക്കല്ല് ഒട്ടിപ്പിടിക്കുന്നെന്നൊക്കെ കമൻസിൽ ഞാൻ കാണാറുണ്ട്. ദോശക്കല്ല് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്
ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് എനിക്കിങ്ങനെ കമൻസിൽ എഴുതാൻ പറ്റുന്ന അത്രയും ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനതിന് റിപ്ലൈ അങ്ങനെ കൊടുക്കാത്തത്. ദോശക്കല്ല് ചൂടാക്കിയിട്ട് നമ്മൾ നല്ല പുക വരുന്ന രീതിയിലായി കഴിയുമ്പോൾ മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. ചിലവർ ഈ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു ചിന്തയിൽ പെട്ടെന്ന് തന്നെ നോൺ സ്റ്റിക്കിൽ നമ്മൾ ചൂടാകുന്നതിന് മുന്നേ ഇട്ടാലും അത് വിട്ടു പോരുമല്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല, നന്നായിട്ട് ചൂടാകാതെ ഇതിലേക്ക് ഇടരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെറിയ ദോശകൾ വേണം ഉണ്ടാക്കി വലിയ ദോശയിലേക്ക് വരാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളുടെ മാവിൻ്റെ ചില മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ചില ദോശ ഒട്ടിപ്പിടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അതും അരിയുടെ കുഴപ്പങ്ങൾ, അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ ഒരുപാട് കാരണങ്ങളാണ് ദോശ ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ കൂടുതലും ഈ കല്ല് ചൂടാകാതെ ആകുമ്പോഴാണ് ദോശ ഒട്ടിപ്പിടിക്കുന്നത്. അത് ശരിക്കും ആ ഒരു ചൂട് ക്രമീകരിച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ടക്കുഴലപ്പത്തിൻ്റെ എല്ലാ ദോശകളും ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി തേങ്ങ, പഞ്ചസാര, ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് മടക്കിയെടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മളുടെ 2 പാത്രങ്ങളും എന്തെങ്കിലും അതിൽ കുക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ഞാൻ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഉണ്ണിയപ്പക്കാരയിൽ ഇന്ന് ഉണ്ടാക്കുന്നത് കേക്കാണ്. ഈ കേക്കുകൾ നമുക്ക് കടയിൽ, ബേക്കറിയിൽ നിങ്ങൾക്ക് എനിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. ബേക്കറിയിൽ ഇങ്ങനെ പാക്കറ്റിലാക്കി 12 എണ്ണത്തിൻ്റെയൊക്കെ ഓരോ പാക്കറ്റുകൾ. പണ്ട് ഞാൻ ചെറുപ്പം മുതലേ അത് കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാകുന്നത്. അന്നൊക്കെ ആരും തന്നെ കേക്ക് ഉണ്ടാക്കലൊന്നും ഇല്ല. പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ അങ്ങനെ വീട്ടിൽ കേക്കുകളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ ഒരു കാരയപ്പച്ചട്ടിയിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. കാരയപ്പച്ചട്ടിയിലാണ് അവരും ഉണ്ടാക്കുന്നത്. അതേ ഷേപ്പിലാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ബാറ്റർ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് ബാറ്റർ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാൻ വാനില കേക്കിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കിയേക്കണത്, പക്ഷേ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടിയാണെങ്കിൽ 2 കോഴിമുട്ടയും 1/2 കപ്പ് എണ്ണയും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഇത്തിരി വാനില എസൻസും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിതിൻ്റെ മിക്സ് ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ബേക്കിംഗ് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും മിക്സിയുടെ ജാറിൽ, അതേ സെയിം ജാറിൽ തന്നെ, കാരണം അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് കഴുകാതെ തന്നെയും ആ ജാറിൽ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ആ നേരത്ത് ഞാൻ ഇത് ഉണ്ണിയപ്പക്കാര ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് നമുക്കിത് അടിച്ചെടുക്കാം. എന്നിട്ട് ഓയിലിൽ ഇങ്ങനെ കിടന്ന് മുരിയണമല്ല, ഇത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, നമ്മൾ വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേണ്. നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമ്മളിത് മൂടി വെക്കണം. അപ്പോൾ ഇതിൻ്റെ മൂടിയല്ല, ഇത് വേറെ മൂടിയാണ്. എങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ മൂടി വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ അതിൻ്റെ ആ ബബിൾസൊക്കെ വന്നിട്ട് വേഗം അത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ കേക്കിൻ്റെ പോലെ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ എയർ ഹോൾസ് ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ആ പഴയ ഒരു കാരയപ്പത്തിൻ്റെ ചട്ടിയില്ലേ, അതിന് ഒരു സ്റ്റിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എവിടെ വെച്ചെന്ന് ഓർക്കണില്ല, അത് നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ സ്പൂണിൻ്റെ കൈപ്പിടി കൊണ്ട് എടുക്കണേന്. കാരണം നമ്മുടെ ഈ ഉണ്ണിയപ്പക്കാര കുറച്ച് ചെറിയ പിറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചെടുക്കണം. എൻ്റെ കയ്യിലുള്ള മറ്റേ പഴയത് ഇത്തിരി വലിയ പിറ്റാണ്. എന്നെ സംബന്ധിച്ച് വലിയ കുഴിയുള്ളതാണ് എനിക്കിഷ്ടം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചെറിയ ഷേപ്പിൽ ചെറുതായിട്ടുള്ളതാണെങ്കിൽ ചിലവർക്ക് അതായിരിക്കുമല്ലോ ഇഷ്ടം. ചില കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ചെറുത് കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം ഒരെണ്ണം വലുത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പകുതി കളയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെറുതായിരിക്കുള്ളൂ നല്ലത്. അപ്പോൾ എനിക്കിഷ്ടപ്പെടും വലുത് തന്നെയാണ്. കാരണം ഇവിടെ കുട്ടികളാരും ഇല്ല, എല്ലാവരും വലിയവരാണല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. വലുതും ചെറുതും പല അളവിലുള്ള ഉണ്ണിയപ്പക്കാര നമ്മളുടെ ഇൻഡസ് വാലിയുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ, സ്ക്വയറിലുള്ളതും എല്ലാം. അപ്പോൾ ഇത് 12 എണ്ണത്തിൻ്റെയാണ്. എൻ്റെ കയ്യിൽ വലിയ കുഴിയുള്ളത് 7 എണ്ണത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ചെറിയ പകുതി, അതായത് ഇത് ഇനി അടുത്തൊരു ബാച്ചിൽ ഇത് ഒരു 3/4 ഭാഗമേ ഉള്ളൂ. ബാക്കി ഞാൻ അത്രയും കുറച്ച് മാവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1 കപ്പിൽ താഴെ മാവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 1/2 കപ്പിൽ കൂടുതൽ, ഇത്തിരിയും കൂടി അത്രയും മാവ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, മൈദ.
ഒരു മുട്ടയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പൊടി ഇട്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ 2 എണ്ണം ബാക്കിയുണ്ട്. 2 എണ്ണം കൂടി ഉണ്ടെങ്കിൽ ഒരു ബാച്ച് ഫുള്ളായാൽ. അപ്പോൾ ഉള്ള ബാറ്ററി ഞാൻ വടിച്ച് അവസാന ഒരെണ്ണത്തിൽ കൂടി ഒഴിച്ചിട്ട് പിന്നെ മൂടി വെച്ച് ഒരു 5 മിനിറ്റൊന്നും വേണ്ട, അപ്പോൾ തന്നെ നമുക്കത് മറിച്ചിടാൻ പറ്റും. അത് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരും. അപ്പോഴേക്കും അത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ ഇതെല്ലാം റെഡിയായി. നമ്മുടെ ലവ് ലെറ്ററും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഇത് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ചെറിയ ഒരു ഇതല്ലേ ഉള്ളൂ, പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു കപ്പ് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേയും കൂടി വലുതാണ് കപ്പ് കേക്ക് എന്ന് പറയുമ്പോൾ. ഇതാവുമ്പോൾ പെട്ടെന്ന് കഴിക്കാം. അപ്പോൾ അത് 2 ഓടെ റെഡിയാക്കി വെച്ച്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മറ്റുള്ള തവകളാണ് ഞാൻ ഈ കാണിക്കണത്. കാസ്റ്റ് അയണിൻ്റെയും അയണിൻ്റെയൊക്കെ തവകൾ, ദോശത്തവയും പിന്നെ നമ്മുടെ ഒരു ഉണ്ണിയപ്പ കാരയും ഒരെണ്ണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതെല്ലാം നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേടായി പോവും. അപ്പോൾ അത് നമ്മുടെ പഴയ വലിയ കുഴിയുള്ള ഉണ്ണിയപ്പക്കാര 7 എണ്ണത്തിൻ്റെ. പിന്നെ ഇതൊക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് വൃത്തിയിൽ ഇത്തിരി ഡാർക്ക് കളറിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്തതാണ് എപ്പോഴും ഒരു ലൈറ്റ് കളറിലിരിക്കുന്നത്. ഇതും എനിക്കെപ്പോഴും ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളതാണ്. അതും ഡാർക്ക് കളറിലിരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തവയാണ്. ഇതിൽ മീൻ വറുക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പം നമ്മളുടെ പുതിയതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരേ മോഡൽ തന്നെയാണ്. പിന്നെ ഇത് ഏറ്റവും വലിയ ഒരു ദോശത്തവയാണ്. അതൊക്കെ ഇടയ്ക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതും ഇടയ്ക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം ഇവിടെ അധികം ദോശ ഒന്നും ആർക്കും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ദോശ അധികം ഉണ്ടാക്കാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തീരെ ഉപയോഗിക്കാത്തതാണ്. അത് അയേണാണത്. അത് ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു തവയായിരുന്നു. പിന്നെ ഇത് മീൻ വറുക്കുന്നതും അതുപോലെ ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു തവ. ഇത് ഊത്തപ്പത്തിൻ്റെ തവയാണ്. ഇവിടെ ഊത്തപ്പം അങ്ങനെ ഉണ്ടാകാത്തതുകൊണ്ട് അത് അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നല്ലേ. ഇന്നിപ്പോൾ 2 തരം പലഹാരമൊക്കെ ഉണ്ടാക്കി അതെല്ലാം വെച്ച് പിന്നെ ചോറൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ പോകാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ റൈനും റോജറും കൂടിയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് കുർബാനയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതാണ് കേട്ടോ. പിന്നെ നേരെ പോകുന്നത് ആര്യാസ് പാർക്കിലാണ്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ട് റിച്ചാർഡിന് മസാല ദോശ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 ആളും അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ പാഴ്സലാക്കിയിട്ട് ബാക്കി റിച്ചാർഡിനും കൂടി കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ പാർക്കിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ പാർക്കിങ് എല്ലാം ഫില്ലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവരുടെ ഹോട്ടലും റെസ്റ്റോറൻറ്റും കൂടിയുള്ള ആ എൻട്രൻസിൽ കൊണ്ടുവന്നിട്ടാണ് പാർക്ക് ചെയ്തത് കേട്ടോ, അകത്തേക്ക് കയറ്റിയിട്ട്. അപ്പോൾ ഈ ബാക്ക് സൈഡാണ് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയത്. കാരണം അപ്പുറത്തെ സൈഡിൽ ഹോട്ടലാണ് അവരുടെ, അവിടെ താമസിക്കാനൊക്കെയുള്ള സൗകര്യം. അപ്പോൾ അവിടുത്തെ പാർക്കിങ്ങിൽ നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയിട്ട് അത് കഴിഞ്ഞ് മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്ത് മിക്കവാറും ഞങ്ങൾ വരുന്ന ഈ സമയവും എല്ലാം തീർന്നിട്ടുണ്ടാവും. എങ്കിലും നമ്മൾക്ക് അത്യാവശ്യം മസാല ദോശ കിട്ടി. ഞങ്ങൾ വടയൊക്കെ പറഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളൊരു മസാല ദോശ കഴിച്ച് കഴിഞ്ഞ് പൂരി മസാല വേണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്ന്. പക്ഷേ സംഭവം ഇല്ല എന്ന് പറഞ്ഞ് അവർ കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് വന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഒരു മസാല ദോശയും കൂടിയിട്ട് ഓർഡർ ചെയ്ത്. പക്ഷേ അത് നമുക്കൊട്ടും തൃപ്തിയായില്ല. കാരണം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്തിരി തണുത്ത മസാല ദോശയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകാതെ ഞങ്ങൾ തിരിച്ചു പോന്ന്. പിന്നെ റിച്ചാർഡിനുള്ളതും കൊണ്ടുവന്ന് റിച്ചാർഡ് കഴിച്ച്. അത് കഴിഞ്ഞിട്ട് റയൻ്റെ പേർക്ക് റയൻ അവിടെ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ പോയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 പേർക്കും ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ് ഇത്തവണ മേടിച്ചേക്കണം. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് അതും കൊണ്ടുവന്നിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച്. പിന്നെ നമ്മളുടെ ഇവിടെ പഴം തീർന്നിരുന്നേച്ചുകൊണ്ട് ഏത്തപ്പഴം ഞാൻ 1 കിലോ അവിടെ ഉള്ള ഒരു ചെറിയൊരു കടയിൽ നിന്ന് മേടിച്ചാണ്. ഭയങ്കര വില, 71 രൂപ കിലോക്ക്. നമ്മൾ 60 രൂപക്കാണ് കടയിൽ നിന്ന് മേടിക്കുന്നത്, പക്ഷേ അവിടെ 71 രൂപ. അതാണ് ചെറിയ കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾക്ക് പണി കിട്ടും. അപ്പോൾ ഒരാൾ കമൻസിൽ കുറച്ച് ദിവസം മുൻപ് എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഓൺലൈനൊക്കെ മേടിക്കുന്നത്, നമ്മളുടെ നാട്ടിലുള്ള ചെറിയ കടകളിൽ നിന്ന് മേടിച്ചാൽ അവർക്ക് കൂടിയിട്ട് ഉപകാരമാകും എന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ കൂടുതൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്, 60 രൂപക്ക് നമ്മൾ മേടിക്കുന്ന സാധനം 71 രൂപക്കാണ് അവർ തന്നേക്കണം. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ ആർക്കാണ് ലാഭം കിട്ടുന്നത്, ആർക്കാണ് നഷ്ടം വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ലാഭം വരാനുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ മേടിക്കണത്. അല്ലാതെ ഇന്ന സ്ഥലത്തു നിന്ന് മേടിക്കണമെന്ന് ഒരാൾക്ക് അവകാശം പറയാൻ പാടില്ല. അത്
പൈസ കൊടുത്ത് മേടിക്കുന്ന ആളിൻ്റെ ചോയ്സാണത് എവിടെ നിന്ന് മേടിക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നന്മകളുണ്ട് അതിൽ. അതായത് ഓൺലൈനിൽ സാധനങ്ങൾ നമ്മൾ പോയി ബുദ്ധിമുട്ടി ഇത് നോക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് അവർ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് തരും. പിന്നെ ഇതിലെന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വേണ്ട എന്നാണെങ്കിൽ അത് അപ്പം തന്നെ റിട്ടേൺ കൊടുക്കുക. അവർ വന്ന് എടുക്കുന്ന സമയത്ത് തന്നെ പൈസ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് എടുക്കൂല, തിരിച്ചെടുക്കൂല എന്ന് പറയും. പകരം വേറെ എന്തെങ്കിലും എടുത്തോ എന്ന് പറയും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും സാധനങ്ങൾ പെറുക്കി എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒരുപാട് പണ്ട് കാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ. ഞാനൊക്കെ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ആകെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻസിൽ എഴുതാം കേട്ടോ. കാരണം അങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ കാശും കളഞ്ഞിട്ട് കൂടുതൽ വിലയുള്ള സ്ഥലത്ത് പോയിട്ട് അതും നടന്നു പോയിട്ടും വണ്ടിക്ക് പോയിട്ടും ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടി മേടിക്കോ അല്ലെങ്കിൽ ഓൺലൈനിൽ വരുത്തുമോ. ചിലവർക്ക് ഓൺലൈനിൽ വരുത്തുന്നത് വിശ്വാസം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ ചെയ്യില്ലായിരിക്കാം. പക്ഷേ എനിക്ക് അത് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓൺലൈനിലൊക്കെ സാധനങ്ങൾ വരുത്തും. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതോറും നമ്മൾ കൂടുതൽ തിരക്കിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി കിടക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ സാധനങ്ങൾ സെലക്ട് ചെയ്ത് ഓർഡർ കൊടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമുക്ക് രാത്രിയാണ് നമ്മൾ ഫ്രീ ആകുമ്പോൾ ഒരു കടയിൽ പോയാൽ കട ഉണ്ടാവുമോ, കട പൂട്ടിയിട്ടേക്ക് നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇതങ്ങനെയല്ലേ, 24 മണിക്കൂറും സൈറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ഏതൊരു സമയത്തും സാധനങ്ങൾ സെലക്ട് ചെയ്യുക, ഓർഡർ കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് കിട്ടുന്നൊരു ഏർപ്പാടാണ്. നമ്മൾ ഈ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ബുദ്ധിമുട്ടി സാധനങ്ങൾ മേടിക്കുന്നതിനാലും വളരെ എളുപ്പമാണ് ഈ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനിന്ന് പുലാവാണ് ഉണ്ടാക്കിയത്. പുലാവ് എപ്പോഴും ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇത് നമ്മൾ നെയ്യ് പൊട്ടിച്ചിട്ടുണ്ടാകുന്നില്ല, നെയ്യ് തീർന്നിരുന്നു വെച്ചാൽ. അതുകൊണ്ട് ഞാനൊരു ഇത്തിരി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ആ ഒരു മസാലയൊക്കെ പൊട്ടിച്ച് സവാള വെജിറ്റബിൾസ് എല്ലാം ഇട്ടൊക്കെ ഒന്ന് വഴറ്റി കേട്ടോ. അപ്പോൾ സാവധാനം ഇത്തിരി നെയ്യ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ല. അപ്പോൾ അത് നെയ്യ് എടുക്കുന്ന ഒരു സമയത്ത് അതൊന്ന് വാടി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സമയങ്ങളൊക്കെ ഒന്ന് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മണി 12 ആയിട്ടാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഇത്തിരിയുള്ള വേഗം നമുക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ നെയ്യ് ആദ്യം ഇടാതെ അത് പൊട്ടിക്കാഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നെയ്യൊക്കെ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പിന് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പിടാൻ. എനിക്ക് 1/2 ടീസ്പൂൺ ഇടുന്നതാണ് ഇഷ്ടം. ഇത്തിരി ഉപ്പ് പുറകിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെച്ച്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പോട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ 2 എണ്ണം എൻ്റെ കൈ 2 എണ്ണം ഇതുപോലത്തെ, പിന്നെ ഒരെണ്ണം പൊക്കമുള്ളതുകൊണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റൈസുകളൊക്കെ വെക്കാൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ദമ്മൊക്കെ ഇടുമ്പോഴത്തേക്കും എനിക്കെന്തോ ഇതത്ര ഇഷ്ടമല്ല. ദമ്മിട്ട് ചെയ്യണതിനൊന്നും ഞാനിത് എടുക്കാറില്ല. അല്ലാതെ നമുക്ക് റൈസ് ഇത് മാത്രം ഇട്ടൊക്കെ ഇങ്ങനെ വേവിച്ച് വറ്റിച്ചൊക്കെ എടുക്കാനായിട്ട് ഇത് നല്ല സൂപ്പറാണ്. ഇതിൻ്റെ ഷേപ്പ് നല്ലതാണ്. അപ്പോൾ അത് ഈ ലിഡാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും പറ്റും ഏത് പരുവത്തിലായിട്ടുണ്ടെന്നുള്ളത് തുറക്കാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാനത് റൈസ് കഴുകി അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇനി അടുത്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. ബീഫ് ഒന്ന് കപ്പയിട്ടിട്ട് ഒന്നാക്കിയെടുക്കണം. അപ്പോൾ കാലത്ത് നമ്മൾ ചോറ് വെച്ചിട്ടാണല്ലോ പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് വന്നിട്ടൊന്ന് വാർത്തിട്ടാൽ മാത്രം മതി. അപ്പോൾ ഏതായാലും ഇനി കറികൾ 2 എണ്ണം വെക്കാനുണ്ട്. അപ്പോൾ ബീഫിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയുടെ അകത്തേക്ക് പച്ചമുളക്, സവാള, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇപ്പോൾ ഇടുന്നത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞ് കിട്ടി. അത് പൊളിച്ച് നിൽക്കണ്ട. ഈ സവാള മാത്രം ഒന്ന് പൊളിച്ചെടുത്ത് പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്തൊന്ന് വഴറ്റി, പിന്നെ അതേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ട് പൊടികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പൊടികൾ തന്നെ: ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ബിരിയാണി മസാലയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ബീഫും കൂടി ചേർത്തിട്ട് അത് ഒരു 3/4 വേവ് ആയതിനു ശേഷം പിന്നെ ഞാൻ അത് തുറന്നിട്ട് കപ്പയും കൂടിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഒന്നുകൂടി ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തിടുകയാണ് ചെയ്തത്.
അപ്പോൾ കപ്പ പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. അതുകൊണ്ട് അധികം വേവിച്ച് ഇത് കുഴഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിസിലടിക്കണതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്ത്, അതങ്ങനെ ഓഫ് ചെയ്തത് നന്നായി. അത് കറക്റ്റ് പരുവായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോയാനെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ചില കപ്പകൾ വേകാതെ അങ്ങനെ തന്നെ കിടക്കും. പക്ഷേ ഇത് ആവി കയറിയാൽ അപ്പം വേകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതുകൊണ്ട് ഓഫ് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് റൈസ് കുറച്ചും കൂടിയൊക്കെ വറ്റാനുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ വെജിറ്റബിൾസ് എല്ലാം മുകളിൽ വന്ന് അങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ ഇളക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഇത്തിരി മീൻ കറി കൂടിയിട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ റയന് മീൻ കറിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ റയന് വേണ്ടിയിട്ട് മീൻ കറി വെക്കുന്നുണ്ട്. പിന്നെ ആ കപ്പയും ഇറച്ചിയും നമുക്ക് എല്ലാവർക്കും കൂടി തികയേയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും കറികൾ കൂടിയിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ കറിക്ക് ഞാൻ നമ്മുടെ ഇൻഡസ് വാലിയുടെ പാത്രം തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിനകത്ത് സവാള, പച്ചമുളക്, വേപ്പില വഴറ്റിയിട്ട് അതിനും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടത്. പിന്നെ നമ്മൾ തേങ്ങയും മുളകും മഞ്ഞളും കൂടി അരച്ചത് അതും കൂടി ചേർത്തിട്ട്, ഇന്നിപ്പോൾ തേങ്ങ പാലൊഴിച്ച് വെച്ചില്ല, കാരണം നമുക്ക് നേരമില്ല പാലൊക്കെ പിഴിഞ്ഞൊഴിക്കാനും. പിന്നെ അധികം തേങ്ങയില്ല, വീണ്ടും തേങ്ങ ചിരണ്ടിക്ക് എടുക്കുമ്പോൾ നേരം പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ തേങ്ങ അരച്ചിട്ട് അങ്ങോട്ട് ഇടും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തികയൂല, ഒരു കൊഴുപ്പുണ്ടാവില്ല. അങ്ങനെ കുറച്ച് തേങ്ങ ചെയ്തുകൊണ്ട് ഞാൻ തേങ്ങ അരച്ചിട്ട് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട്. ഇനിയിപ്പോൾ ഒരു 5-6 മീനേ ഉള്ളൂ, അധികം മീനൊന്നുമില്ല. അപ്പോൾ റയന് എന്തിനായാലും കപ്പയൊന്നും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാനും പപ്പയും റോജർ കഴിക്കുവാന്ന് എനിക്കൊരു സംശയമായിരുന്നു. എങ്കിലും മീൻ കറിയുണ്ട്, പിന്നെ മീൻ വറുത്തത് തലേദിവസത്തത് ഉണ്ട്, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ബാക്കിയും ഉള്ളതുകൊണ്ട് നമുക്ക് കറികളുണ്ട്. പിന്നെ ഇതൊന്നും റിച്ചാർഡ് കഴിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ റിച്ചാർഡിന് വേണ്ടിയിട്ട്, റിച്ചാർഡിന് ചിക്കനൊന്നും വേണ്ട, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിക്കൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നഗറ്റ്സ്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെ വറുത്ത് കൊടുക്കുന്നതാണ് അവനിഷ്ടം. അപ്പോൾ അവൻ്റെ കാര്യം കൂടി നമുക്ക് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട്. അത് വെറുതെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ല. അപ്പോൾ കപ്പ ഞാൻ അതിനകത്തുനിന്ന് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കപ്പ ഞങ്ങൾക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം വീഡിയോക്ക് വീണ്ടും ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ്. നമ്മൾ സാറ്റർഡേയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്, ഇതിപ്പോൾ സൺഡേ വ്ളോഗാണല്ലോ. അപ്പോൾ സാറ്റർഡേയാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചേട്ടൻ ഞങ്ങൾക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടാകുന്നതാണ് ഈ കപ്പ. അപ്പോൾ തന്നപ്പോഴേ അതാണ് പെട്ടെന്ന് വേകുന്ന കപ്പയാണെന്ന് പറഞ്ഞിട്ട് തന്നത്. അപ്പോൾ അതേ കപ്പയും ബീഫും ഒക്കെ റെഡി ആയിട്ടാണ്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു പരിപാടി റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൈസ് ഉണ്ടാക്കലാണ്. പിന്നെ ഞാനിതിനിടയിൽ വേറൊരു കാര്യം എപ്പോഴും പറയണമെന്ന് വിചാരിക്കും. നമ്മൾ ഈ ഫോണിലൂടെ ഞാൻ കുറേ അധികം പേരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാം. കുറേ നമ്പറുകളൊക്കെ എനിക്ക് പലരും തന്നിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റയിലാണ് നമ്മളുടെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നത്. കാരണം സ്വന്തം നമ്പർ മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകരുതല്ല. അതുകൊണ്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കീഴിൽ വന്നിട്ടൊന്നും നമ്പർ ആരും ഇടാറില്ല. അപ്പോൾ ഇൻസ്റ്റയിലായിരുന്നു അന്ന് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അധികം പേരുടെ നമ്പറിലേക്ക് ഞാനങ്ങനെ വിളിച്ചിട്ടുണ്ട് പണ്ട്, ഒരു 1-2 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾക്ക് കുറച്ച് സമയവും സൗകര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും തിരക്കുകളിലേക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെയും കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമില്ല. അതുകൊണ്ട് ആരും പരാതി തോന്നരുത്, കാരണം കുറേ പേർക്ക് പരാതി ഉണ്ടാവും. ചേച്ചി നമ്മൾ ഒരു മെസ്സേജ് വിട്ടാൽ പോലും നോക്കണില്ല, അതിന് റിപ്ലൈ തന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒട്ടും തന്നെ അങ്ങനെ നോക്കാനുള്ള ഒരു സമയമില്ല. നിങ്ങൾക്കറിയാം, വീഡിയോ തന്നെ ഞാൻ വളരെ കുറവാണ് ഇപ്പോൾ ഇടുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്പറിൽ വിളിക്കാത്തതും. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാനും സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, വീട്ടിൽ എല്ലാവരുള്ള സമയത്ത് നമുക്ക് അങ്ങനെ നേരം കിട്ടൂല എന്നുള്ളത്. എൻ്റെ ജോലികൾ പോലും എനിക്കിപ്പോൾ തീർക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറേ അധികം പേർക്ക് ഇനിയും നമ്പർ വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ചിലപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ, അവർ വിളിച്ചാൽ ഫോൺ എടുത്ത് സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ അവരെന്നോട് വഴക്കും പരാതിയും പറയും. ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും എന്നോട് വഴക്കായിട്ടിരിക്കണമെങ്കിൽ അവർ ക്ഷമിക്കുക, കാരണം ഒരു സാഹചര്യങ്ങളാണത്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെയൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഓരോ സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ചിട്ട് അവർ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല, നമ്മളോട് ഭയങ്കര കൂട്ടായിരുന്നു, ഇപ്പോൾ അവരൊട്ടും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളുടെ മെസ്സേജ് നോക്കണം, ഇങ്ങനെ പരാതികൾ പലരും പല ഫാമിലി ബന്ധങ്ങൾ തമ്മിലൊക്കെ അങ്ങനെ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും സാഹചര്യങ്ങൾ മാറി മാറി വരും. അതനുസരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ പഴയതുപോലെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ അത് നിങ്ങളോട് വഴക്കായിട്ടാ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഒന്നുമല്ല, സാഹചര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇത് വരാറുണ്ട്. എപ്പോഴും ഒരുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അപ്പോൾ അതേ ഐസ്ക്രീം എല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പയും ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് റോജറും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 പേരും മാത്രമാണ് കഴിക്കണത്. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ദിവസമായിരുന്നു. ഇത് വൈകുന്നേരം നമുക്ക് പ്രദക്ഷിണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രദക്ഷിണത്തിൻ്റെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ വഴിയിൽ മൊത്തത്തിലുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 6-7 മണിയായപ്പോഴത്തേക്കുമാണ് പ്രദക്ഷിണമൊക്കെ നമ്മളുടെ ഇതിലൂടെ പോയത് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ പ്രദക്ഷിണം പോയിട്ടുണ്ടായിരുന്നു. സാധാരണ മെയിൻ റോഡ് വഴിയാണ് പ്രദക്ഷിണം പോകുന്നത്. അപ്പോൾ ഞാൻ നല്ലതായിട്ട് ടയർഡായിട്ടിരിക്കണം കേട്ടോ. ഒരുപാട് ജോലികളായിപ്പോയി. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ കഴുകലും ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ടയേർഡായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ വേർത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റൂബിനെ കൊണ്ട് പോയപ്പോൾ ഇട്ട ഡ്രസ്സില്ല, അതാണ് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വേഗം എടുത്തിട്ടത്. കാരണം അത് വാഷ് ചെയ്യാനിട്ടേക്കണമായിരുന്നു. അപ്പോൾ ഏതായാലും ഒന്നുകൂടി ഇട്ടിട്ട് വാഷ് ചെയ്യുക. കാരണം നമ്മുടെ വാഷിംഗ് എന്ന് പറഞ്ഞത് ഒരുപാടാണ് കേട്ടോ. ഒത്തിരി ഡെയിലി 1-2 വാഷിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഷ് ചെയ്ത് വിരിക്കുകയും ചെയ്യണം, അത് മടക്കുകയും ചെയ്യണം. പിന്നെ വാഷിംഗ് മെഷീൻ ചെയ്തോളും, എങ്കിൽ തന്നെയും മറ്റുള്ള ജോലികൾ ഇത് അടുക്കി പെറുക്കി ചായച്ച് വെക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഏതായാലും ഇതൊന്നും ഇട്ടിട്ടങ്ങോട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ എടുത്തിടും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വഴിയുടെ അലങ്കാരങ്ങളൊക്കെയാണ്. പിന്നെ പ്രദക്ഷിണമൊക്കെ വന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്